ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്നും ഉണ്ടാക്കുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോടെ നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് അതേപോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇത് കുറച്ച് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നു, കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ നന്നായിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വെച്ചിട്ട് ഒരു 5 ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഞാനൊരു 5 ഉരുളയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിത് 5 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഞാൻ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 1 കുടം വെളുത്തുള്ളിയാണ്. ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ 1.5 എടുത്താലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഫ്ലേവർ കുറച്ച് കൂടുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്യാസിൻ്റെ തീയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, എന്നാലേ എല്ലാവരും നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു പകുതിയോളം നമുക്കിതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. അത് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ചേർത്ത് കൊടുക്കുക. കൂടെ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. കടിക്കുന്ന പരുവം വേണ്ട കേട്ടോ, അപ്പോൾ കഴിക്കാൻ വലിയ രസം ഉണ്ടാവില്ല, നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് ഒരു സവാള വേണം, അതിനകത്തോട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ മസാല ഉണ്ടല്ലോ, അതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ കൂടെ 2 ടേബിൾ സ്പൂൺ അവിൽ, ഏത് അവിലായാലും കുഴപ്പമില്ല, അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ നേരത്തെ ഉരുളകളാക്കി വെച്ചിട്ടുള്ള ഒരെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തുക. അപ്പോൾ നമ്മൾ അത്രയും ഒരുപാട് കട്ടിക്ക് പരത്തരുത് കേട്ടോ, കുറച്ച് തിന്നാക്കി പരത്താണെങ്കിൽ അതായിരിക്കും നല്ലത്. എന്നാൽ ഫില്ലിങ് നമ്മൾ വെക്കുന്ന സമയത്ത് പൊട്ടി പോകാനും പാടില്ല. ആ ഒരു പരുവത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ, കാരണം നല്ലൊരു ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഉണ്ടാവും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഗാർലിക് ഫ്ലേവർ ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുക്കായിട്ട് ഞാൻ കുറച്ച് മസാല വെച്ച് കൊടുക്കുന്നു. നമ്മൾ ഉണ്ടാക്കിയില്ല ഉള്ളിയുടെ ആ ഒരു മസാല, അത് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 സൈഡിൽ നമ്മൾ ബോക്സ് ആക്കിയിട്ടൊന്ന് മടക്കിയെടുക്കുകയാണ്. അപ്പോൾ മസാല ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഏകദേശം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഒട്ടും തന്നെ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ നമുക്ക് വേണമെങ്കിൽ ചുട്ടെടുക്കാം കേട്ടോ. അതല്ല നമുക്ക് നെയ്യ് ചേർത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് റെഡി ആയപ്പോൾ ഞാനിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ കുറച്ച് നെയ്യൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഇനി ഞാനിതിന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഈ സൈഡിലും കൂടെ ഞാൻ കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് ബോൾസ് പോലെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട്, ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുക. നല്ല ചായയുടെ കൂടെ ചുമ്മാ ഇങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്നും ചപ്പാത്തിയൊക്കെ കഴിച്ചിങ്ങനെ മടുക്കുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡിയാൻസ് kannur കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. അഥവാ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ല. എന്നും നല്ല കിടിലൻ റെസിപ്പീസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.